السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ വിവരിച്ചിരുന്നു, നോമ്പിന്റെയും റമദാന്റെയും ഉദ്ദേശം അള്ളാഹു വിവരിച്ചിരിക്കുന്നത് ഹൃദയങ്ങളിൽ തഖ്വ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ കേൾപ്പിച്ചിരുന്നു. അത് സ്വായത്തമാക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, നാം എപ്രകാരമാണ് അത് സ്വായത്തമാക്കേണ്ടത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഷയം നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കുന്നതിനു വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ ഇതിന്റെ വിശദീകരണം കൂടുതലായി നൽകിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ ഇതിന്റെ പ്രാധാന്യം രൂഢമൂലമായി തീരുന്നതിനു വേണ്ടി, നമ്മുടെ ഓരോ കർമ്മത്തിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും ഇതിന്റെ പ്രകടനം ഉണ്ടാകുന്നതിനു വേണ്ടി. കാരണം അഥവാ തഖ്വ ഇല്ല എങ്കിൽ ഒരു വിധത്തിലുള്ള നന്മയും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി ഉള്ളതായിരിക്കുകയില്ല. താൽക്കാലികവും സമയാധിഷ്ഠിതവുമായിട്ടുള്ള നന്മകൾ എല്ലാ മനുഷ്യരും ഏതെങ്കിലും താൽക്കാലികമായ ആവേശം കൊണ്ടോ കാരണം കൊണ്ടോ ചെയ്യുന്നു. എന്നാൽ ഇതിൽ സ്ഥിരത വരുന്നത് യഥാർത്ഥത്തിലുള്ള തഖ്വ ഉണ്ടാകുമ്പോഴാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം വിവരിച്ചുകൊണ്ട് മനുഷ്യൻ മുത്തക്കിയായി തീരുന്നതിന് കേവലം ഇത് മാത്രം മതിയാവുകയില്ല. അയാൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കേവലം സമസൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുന്നുണ്ട്. മറിച്ച് മുത്തക്കി എന്ന് പറയുന്നത് ആരുടെ സ്വഭാവപരമായ നിലവാരവും ഉന്നതമാണോ അയാളാണ്. ഈ കാര്യവും അവിടുന്ന് വിവരിച്ചിട്ടുണ്ട്. അയാൾ തന്റെ സ്വഭാവം കൊണ്ട് മറ്റുള്ളവരിൽ തന്റെ നന്മയുടെയും തഖ്വയുടെയും സ്വാധീനം ഉണ്ടാക്കുന്ന ആളായിരിക്കണം. അങ്ങനെ അവിടുന്ന് ഒരവസരത്തിൽ പറഞ്ഞു, സ്വഭാവം മനുഷ്യൻ സാലിഹാണ് എന്നതിനുള്ള അടയാളമാണ്. പിന്നീട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ മനോഹാരിത എപ്പോഴും പ്രകടിപ്പിക്കണം എന്നതായിരിക്കണം എന്ന കാര്യം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു. എന്നാൽ ഇത് സാധ്യമാകുന്നത് തഖ്വയിൽ ചരിച്ചുകൊണ്ട് ഉന്നതമായ സ്വഭാവം പ്രകടിപ്പിക്കുമ്പോഴായിരിക്കും. അവിടുന്ന് പറയുകയാണ്, തഖ്വക്ക് ഒരുപാട് വശങ്ങളുണ്ട്. എടുത്തുചാട്ടം, സ്വയേഷ്ടം,
നിഷിദ്ധ ധനത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ, ദുസ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതും തഖ്വയാണ്. ഏതൊരാളാണോ നല്ല സ്വഭാവം പ്രകടിപ്പിക്കുന്നത് അയാളുടെ ശത്രുക്കൾ പോലും സുഹൃത്തുക്കളായി മാറുന്നു. जो शख्स अच्छे अखलाक का इजहार करता അള്ളാഹു പറയുന്നു, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. പറയുന്നു, अल्लाह ताला फरमाता है इत्फा बिल्लती है आसन. ഒന്നാമതായി തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് തഖ്വയാണ്. നല്ല സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് തഖ്വയാണ്. അത് മുഖേന ശത്രുക്കൾ പോലും സുഹൃത്തുക്കളായി മാറുന്നു. അവിടുന്ന് പറയുകയാണ്, ഈ മാർഗനിർദ്ദേശം എന്ത് അധ്യാപനമാണ് നൽകുന്നത്? ഈ നിർദ്ദേശം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അഥവാ എതിരാളി ചീത്ത വിളിക്കുകയാണെങ്കിൽ പോലും അതിനുള്ള മറുപടി ചീത്ത കൊണ്ട് നൽകരുത് എന്നാണ്. മറിച്ച് അതിൽ ക്ഷമ കൈക്കൊള്ളുക. അതിന്റെ ഫലം ഇതായിരിക്കും, എതിരാളികൾ നിങ്ങളുടെ മഹത്വം അംഗീകരിക്കുന്നവരായി സ്വയം ലജ്ജിതരും നാണം കെട്ടവരുമായി തീരും. ഈ ശിക്ഷ നിങ്ങൾ പ്രതികാരം എന്ന നിലയിൽ അവർക്ക് നൽകുന്ന ശിക്ഷയേക്കാൾ എന്തുകൊണ്ടും വലുതായിരിക്കും. और ये सजा പറയുന്നു, ഒരു ചെറിയ കാര്യത്തിന് പോലും മനുഷ്യൻ കൊല നടത്തുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു. എന്നാൽ यूं तो एक जरा सा മനുഷ്യത്വത്തിന്റെ തേട്ടവും തഖ്വയുടെ ഉദ്ദേശവും ഇതല്ല. സൽസ്വഭാവം എന്നത് ഏറ്റവും और तकवा का मंशा ये नहीं है ഉപദ്രവകാരിയായ മനുഷ്യനിൽ പോലും സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു രക്തമാണ്. कि मोजे से അങ്ങേയറ്റം ഉപദ്രവകാരിയായ മനുഷ്യനിൽ പോലും ഇതിന്റെ സ്വാധീനം ഉണ്ടാകും. പറയുന്നു, ആരോ എത്ര മനോഹരമായ കാര്യമാണ് പറഞ്ഞത്. ഫാർസിയിൽ ലുത്ഫ് കുൻ ലുത്ഫ് ബേഗാന ഷവിദ് फारसी में ഹൽക്ക ബഗോഷ്, कि बेगाना മൃദുലതയോടെ പെരുമാറുക. അങ്ങനെയാണെങ്കിൽ അന്യർ പോലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഉൾപ്പെടുന്നവരായി മാറും. पेश आओ तो बेगाने भी तुम्हारे हल्के अहबाब में शामिल हो जाएंगे. ഇതാണ് ആ അടിസ്ഥാന കാര്യം. അത് നമ്മളെല്ലായ്പ്പോഴും തന്നെ മുന്നിൽ വെക്കേണ്ടതാണ്. തങ്ങളുടെ എല്ലാ കർമ്മങ്ങളും തഖ്വയുടെ പിന്നിലാക്കിക്കൊണ്ട് पेश रखनी चाहिए. നല്ല സ്വഭാവം പ്രകടിപ്പിക്കുക. अमल को ഈ കാര്യം പിന്നീട് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട്, അതായത് സ്വഭാവം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ്, फरमाते ആ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, और इनका मकसद क्या हो, നമ്മുടെ മുന്നിൽ ഈ സ്വഭാവങ്ങളുടെ മാതൃക എന്താണ്, അവിടുന്ന് പറയുകയാണ്. और हमारे सामने ഒന്നാമതായി इन अखलाक का മനുഷ്യൻ ആക്കുന്ന സ്വഭാവം കൊണ്ട് ആരെങ്കിലും अखलाक जो इंसान को इंसान बनाता മൃദുലത കാണിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം എന്ന് ധരിക്കരുത്. മനുഷ്യനാക്കുന്ന സ്വഭാവം, അതിന്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവരോട് മൃദുലതയോടുകൂടി പെരുമാറുക എന്നുള്ളത് മാത്രമല്ല. പറയുന്നു, ഖുൽക്കും ഖൽക്കും രണ്ടു വാക്കുകളാണ്. അത് പരസ്പരമുള്ള അർത്ഥത്തിലേക്കുള്ള തെളിവാണ്. माया के खुल्क और खल्क दो ഖൽക്ക് എന്നത് പ്രത്യക്ഷമായ സൃഷ്ടിപ്പിന്റെ പേരാണ്. ഏതുപോലെ ചെവി, മൂക്ക്, ഏതുവരെ എന്നാൽ മുടി വരെ ഇതിൽ ഉൾപ്പെട്ടതാണ്. पैदाइश का नाम ഖുൽക്ക് എന്നത് ആന്തരികമായ സൃഷ്ടിപ്പിന്റെ പേരാണ്. അതുപോലെ തന്നെ ആന്തരികമായ ശക്തികൾ और खुल्क മനുഷ്യനിലും बातनी पैदाइश का नाम है. മനുഷ്യർ അല്ലാത്തവരിലും വ്യത്യസ്തമായിരിക്കുന്നത് അതെല്ലാം തന്നെ ഖുൽക്കിൽ ഉൾപ്പെട്ടതാണ്. ഏതുവരെ എന്നാൽ ബുദ്ധി, ചിന്ത മുതലായ എല്ലാ ശക്തികളും ഖുൽക്കിൽ ഉൾപ്പെട്ടതാണ്. പറയുന്നു, ഖുൽക്ക് കൊണ്ട് മനുഷ്യൻ തന്റെ മനുഷ്യത്വത്തെ ശരിയാക്കുന്നു. അഥവാ മനുഷ്യരുടെ നിർബന്ധ കടമ ഇല്ല എങ്കിൽ, दुरुस्त करता है. അഥവാ മനുഷ്യനിൽ जायज ना हो നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, अगर इंसानों के जो फराइज हैं ഊഹിക്കേണ്ടതായി വരും, നോക്കേണ്ടതായി വരും, ഇയാൾ മനുഷ്യനാണോ അതോ കഴുതയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ. देखना पड़ेगा ഹുൽക്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ രൂപം ഉണ്ടാകും. ये क्या है. ഹുൽക്ക് നല്ലതല്ല എങ്കിൽ खुल्क में फर्क आ जाए മനുഷ്യൻ तो सूरत ही रहती है. മനുഷ്യനായിത്തീരുന്നതിന് വ്യത്യാസം ഇല്ല എങ്കിൽ, इंसान बनने के लिए तो अल्लाह अखलाक जरूरी है. മനുഷ്യനായിത്തീരുന്നതിന് ഉന്നത സ്വഭാവം അനിവാര്യമാണ്. അഥവാ അതിൽ വ്യത്യാസം ഉണ്ടായാൽ മനുഷ്യന്റെ പ്രത്യക്ഷമായ രൂപം ഉണ്ടാകും, എന്നാൽ യഥാർത്ഥ മനുഷ്യത്വം അവസാനിക്കും. അവിടുന്ന് പറയുന്നു, ഉദാഹരണമായി ബുദ്ധി നശിച്ചുപോയാൽ ഭ്രാന്തനാണ് എന്ന് പറയും. കേവലം പ്രത്യക്ഷമായ രൂപം കൊണ്ട് മാത്രം മനുഷ്യനാണ് എന്ന് പറയും. ഒരാൾ ഭ്രാന്തനാണെങ്കിൽ പോലും അയാളെ മനുഷ്യനാണെന്ന് പറയും പ്രത്യക്ഷമായ നിലകൊണ്ട്. इंसान എന്നാൽ അയാളിൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിയും ഉണ്ടാവുകയില്ല, അത് നഷ്ടപ്പെട്ടവനായിത്തീരുന്നു. അതുകൊണ്ട് സ്വഭാവം കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ പ്രീതിയാണ്. उसे वारी हो जाता है.
പ്രീതി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ആ പ്രീതി എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മ ജീവിതത്തിൽ പ്രവർത്തന രൂപത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. സ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹു ആഗ്രഹിക്കുന്നതാണ്. അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. അതായത് അങ്ങയുടെ എല്ലാ വശങ്ങളിലൂടെയും ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സ്വഭാവം കൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി അനുസരിച്ച് തങ്ങളുടെ ജീവിതം ആക്കി തീർക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുക എന്നത് അത്യാവശ്യമായിട്ടുള്ളതാണ്. ഈ സ്വഭാവം അടിസ്ഥാനം എന്ന നിലയിലാണ്. അഥവാ അതിൽ കാലിടറിയാൽ അതിന്റെ മേൽ കെട്ടിടം നിർമ്മിക്കാൻ സാധ്യമല്ല. സ്വഭാവം ഒരു ഇഷ്ടികക്കുമേൽ ഇഷ്ടിക വെക്കുന്നത് പോലെയാണ്. അഥവാ ഒരു ഇഷ്ടിക വളഞ്ഞുപോയാൽ മുഴുവൻ ചുമരും വളഞ്ഞിരിക്കും. ആരോ പറഞ്ഞത് എത്രമാത്രം നല്ല കാര്യമാണ്. ഫസ്റ്റ് അവൽ ജൂം ബഹൻ മെഹമാർ കച്ച് താസുരയ്യ മേ റോ ദീവാർ കച്ച്. അഥവാ കെട്ടിട നിർമ്മാതാവ് ആദ്യത്തെ ഇഷ്ടിക തന്നെ വളഞ്ഞതായി വെച്ചാൽ അത് മുഖേന ഉണ്ടാക്കുന്ന ചുമരുകൾ ആകാശം വരെ വളഞ്ഞുകൊണ്ടേ പോകൂ. വീണ്ടും അവിടുന്ന് പറയുന്നു, ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടതാണ്. അധികം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചിട്ടുണ്ട്. ചിലർ ദാനധർമ്മം നടത്തുന്നു, വളരെ ധർമ്മശീലരാണ്, ആളുകൾക്ക് നൽകുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ കോപത്തോടുകൂടി മുഖം വീർപ്പിച്ചായിരിക്കും, പെട്ടെന്ന് കോപിക്കുന്നു. ചിലർ അനുകമ്പ ഉള്ളവരാണ്, എന്നാൽ പിശുക്കന്മാരാണ്. വളരെ അനുകമ്പ ഉള്ളവരാണ്, മൃദുല സ്വഭാവക്കാരാണ്, എന്നാൽ പിശുക്കന്മാരാണ്. ചിലർ കോപത്തിലും ദേഷ്യത്തിലും വടികൊണ്ട് അടിച്ചു മുറിവേൽപ്പിക്കുന്നു, എന്നാൽ വിനയവും എളിമയും പേരിന് പോലും ഉണ്ടാവുകയില്ല. എന്നാൽ ചിലരെ കണ്ടിട്ടുണ്ട്, അവരിൽ വിനയവും എളിമയും വളരെ ഉന്നതമായ നിലയിലായിരിക്കും, എന്നാൽ ധൈര്യം ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ കോപിച്ചാൽ വിനയവും എളിമയും ഒന്നും ഉണ്ടാവുകയില്ല. അഥവാ വിനയും എളിമയും കാണിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണോ ധൈര്യത്തിന്റെ ആവശ്യമുള്ളത് ആ ഗുണം അവരിൽ ഇല്ലാതാകുന്നു. വീണ്ടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെ കുറിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൗഢിയെ കുറിച്ച് പറഞ്ഞു, ഇന്നക ലഅല ഖുലുഖിൻ അദീം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവിടുന്ന് തന്റെ സ്വഭാവത്തിന്റെ ആ മാതൃക സ്ഥാപിച്ചു. അതിന്റെ ഉദാഹരണം അത് മാത്രമാണ്. അതനുസരിച്ച് തന്റെ കഴിവും പരിധിയും അനുസരിച്ച് ചരിക്കുക എന്നത് എല്ലാ വിശ്വാസികളുടെയും നിർബന്ധ കടമയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, ഒരു സമയത്ത് അവിടുന്ന് മനോഹരമായ വിവരണ രീതിയെ കൊണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് ചിത്രരൂപത്തിൽ കാര്യങ്ങൾ വിവരിച്ചു നൽകുമായിരുന്നു. ആ വിവരണ രീതി കൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം സ്വാധീനിക്കപ്പെടുമായിരുന്നു. ഒരു സമയത്ത് വാളിന്റെയും അമ്പിന്റെയും ലോകത്ത് വളരെയധികം ധൈര്യം കാണിക്കുന്നു. ദാനധർമ്മത്തിനൊരുങ്ങുമ്പോൾ സ്വർണത്തിന്റെ മല നൽകുന്നു. മാപ്പ് നൽകുന്നതിൽ തന്റെ പ്രൗഢി കാണിക്കുമ്പോൾ വദാർഹനായ വ്യക്തിയെപ്പോലും വെറുതെ വിടുന്നു. ചുരുക്കത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് ഉദാഹരണം ഇല്ലാത്തതും പരിപൂർണമായ മാതൃകയാണ്. അത് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു. ഇവിടുന്ന് പറയുന്നു, ഇതിന്റെ ഉദാഹരണം ഒരു മഹത്തായ വൃക്ഷത്തിന് തുല്യമായതാണ്. അതിന്റെ തണലിൽ ഇരുന്നു മനുഷ്യൻ അതിന്റെ ഓരോ ഭാഗത്തു നിന്നും തന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നു. അതിന്റെ ഫലം, പുഷ്പം, അതിന്റെ തൊലി, അതിന്റെ ഇലകൾ, ചുരുക്കത്തിൽ എല്ലാം തന്നെ പ്രയോജനപ്പെടുന്നതാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അങ്ങയുടെ സ്വഭാവത്തെക്കുറിച്ച് യുദ്ധത്തിൽ ഏറ്റവും ധൈര്യവാനായി കരുതിയിരുന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുള്ള ആളെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം അപകടം നിറഞ്ഞ സ്ഥലത്താണ് ഉണ്ടാകാറുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രൗഢി! പറയുന്നു, ഒരു സമയത്ത് അങ്ങയുടെ പക്കൽ ഇത്രയധികം ആട്ടിൻകൂട്ടങ്ങൾ ഉണ്ടായിരുന്നു, അത്രത്തോളം കൈസറിന്റെയും കിസ്രയുടെ പക്കൽ പോലും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് അതെല്ലാം തന്നെ ചോദിച്ച ഒരാൾക്ക് നൽകി. ഇതാണ് സ്വഭാവത്തിന്റെ പ്രകടനം. അഥവാ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്ത് നൽകാനാണ്? പിന്നീട് മറ്റൊരു വശമുണ്ട്.
അഥവാ ഭരണം अब अगर पास ना होता ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാര്യം എങ്ങനെയാണ് തെളിയുന്നത്? അവിടുന്ന് വധാർഹനായ നിഷേധിയെ പ്രതികാരം ചെയ്യാനുള്ള എല്ലാ കഴിവും ഉണ്ടായിട്ടും മാപ്പു നൽകി എന്നത്. क्यों कर साबित होता ശക്തിയും കഴിവും ഉണ്ടായിരുന്നു, എന്നിരുന്നാലും പുറത്തു കൊടുത്തു. बावजूद मकदरत इंतकाम ആരാണോ സഹാബാക്കളെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിം സ്ത്രീകളെയും കഠിനമായി പീഡിപ്പിച്ചത്, പ്രയാസപ്പെടുത്തിയത്, എന്നാൽ അവർ മുന്നിൽ വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, सख्त से सख्त अजियतें ഞാൻ ഇന്ന് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അഥവാ അത്തരം അവസരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ तो आपने फरमाया റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള ഉന്നത സ്വഭാവ ഗുണങ്ങൾ എങ്ങനെ പ്രകടമാകാനാണ്? അവിടുന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു സ്വഭാവ ഗുണം പറഞ്ഞു തരിക റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇല്ലാത്തതായി, എന്ന് മാത്രമല്ല അങ്ങേയറ്റത്തെ പരിപൂർണമായ നിലയിൽ ഇല്ലാത്തതായി. ഈ പരിപൂർണ മാതൃകയാണ്. ഇതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ഈ റസൂലിന്റെ बतलाओ ജീവിതത്തെ നിങ്ങളും കഴിവിന്റെ പരമാവധി തങ്ങളുടെ ശക്തിയും കഴിവും അനുസരിച്ച് പിൻപറ്റുക. ഈ മാതൃകയെ പിൻപറ്റുന്നതിനു വേണ്ടി ये वो कामिल പരിശ്രമിക്കേണ്ടതായി വരും, ഒരു കഠിന പരിശ്രമം നടത്തേണ്ടതായി വരും. अल्लाह ताला ने फरमाया കേവലം ഈ മാതൃകയിൽ നമുക്ക് എങ്ങനെ ചരിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് മാത്രം മതിയാവുകയില്ല. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉന്നതമായ ജീവിത മാതൃകയാണ്. അള്ളാഹു പറയുന്നു, അതിനെ നിങ്ങൾ പിൻപറ്റുക തന്നെ വേണം. पैरवी करने के लिए कोशिश करनी होगी, അത് जद्दोजहद करनी होगी। സ്വായത്തമാക്കാനായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, उसवा है जो बड़ा आला नमूने का है ഏതുവരെ മനുഷ്യൻ कि इसकी तुम्हें पैरवी करनी है। കഠിന പരിശ്രമം നടത്തുന്നില്ലയോ, ദുആയെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നില്ലയോ, इसको अपनाने का हुक्म दिया है। ഹൃദയത്തിൽ വീഴുന്ന കറുത്തപാടൊരിക്കലും തന്നെ ദൂരപ്പെടുകയില്ല. കാഠിന്യവും അന്ധകാരവും ഹൃദയത്തിൽ ഉണ്ടാകുന്ന വളർച്ചയും ദൂരപ്പെടുകയില്ല. चुनांचे इस बारे में बयान फरमाते हुए ഏതുവരെ കഠിന പരിശ്രമവും फरमाते हैं कि जब तक അതോടൊപ്പം ദുആയും ചെയ്യുന്നില്ലയോ, പരിശ്രമവും ദുആയും രണ്ടും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. की रोग जो पैदा हो गई है दिल में वो दूर नहीं हो सकती। അതായത് അള്ളാഹു സമൂഹത്തിനുമേൽ വരുന്ന എല്ലാ പരീക്ഷണങ്ങളും ആപത്തുകളും ഏതുവരെ സമൂഹം സ്വയം അത് ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ലയോ അതുവരെ फरमाया है ദൂരീകരിക്കുകയില്ല. ധൈര്യപ്പെടുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നില്ലയോ? അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ പരിവർത്തനം ഉണ്ടാകാനാണ്? പറയുന്നു, ഇത് അല്ലാഹുവിന്റെ മാറ്റമില്ലാത്തൊരു സുന്നത്താണ്. ഏതുപോലെ അവൻ പറയുന്നു, വലൻ തജിദ ബിസുന്നത്തില്ലാഹി തബ്ദീല. നമ്മുടെ ജമാഅത്താകട്ടെ മറ്റാരെങ്കിലും ആകട്ടെ, അവർ സ്വഭാവപരമായ പരിവർത്തനം ഉണ്ടാക്കുക അപ്പോഴായിരിക്കും എപ്പോഴാണോ കഠിന പരിശ്രമത്തെയും ദുആയെയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നത്. അല്ല എങ്കിൽ അത് സാധ്യമല്ല. വീണ്ടും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം വിവരിച്ചുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവം എത്ര തന്നെ താഴ്ന്നതാണെങ്കിലും അഥവാ പരിഷ്കരണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പരിഷ്കരണം സാധ്യമാണ്. दिले अखलाक उसी सूरत में कर सकते हैं जब ഏതുപോലെ और दुआ से काम ले। മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇതിനായി കഠിന പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അവിടുന്ന് ഇതിനെക്കുറിച്ച് ഹക്കീമീങ്ങളുടെ फरमाते हुए കാഴ്ചപ്പാട് വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു ഉദാഹരണം വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, ഹക്കീമുകൾക്ക് വിദ്യാഭ്യാസപരമായ സ്വഭാവപരമായ പരിവർത്തനത്തെക്കുറിച്ച് രണ്ടഭിപ്രായമാണുള്ളത്. फरमाया ഒരു കൂട്ടർ ഇതാണ്, അവർ വിശ്വസിക്കുന്ന മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ മനുഷ്യൻ ശക്തിയുള്ളവനാണ്. രണ്ടാമത്തെ കൂട്ടർ മനുഷ്യൻ അതിനുള്ള കഴിവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. യഥാർത്ഥ കാര്യം ഇതാണ്, മടിയും അലസതയും ഇല്ല എങ്കിൽ കൈകാലിട്ടടിച്ചാൽ പരിവർത്തനം സാധ്യമാണ്. അലസത കാണിക്കരുത്, കഠിനാധ്വാനം ചെയ്യുക, എങ്കിൽ ഉന്നത സ്വഭാവം ആയിത്തീരും. പറയുന്നു, ഇവിടെ എനിക്ക് ഒരു ഗുണപാഠ കഥ ഓർമ്മ വരുന്നു. അത് ഇപ്രകാരമാണ്. असल बात यह है ഗ്രീക്കുകാരുടെ പ്രസിദ്ധനായ ഫിലോസഫർ പ്ലാറ്റോയുടെ അടുത്ത് ഒരാൾ വന്നു. और हाथ पैर हिलावे വാതിക്കൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അറിയിപ്പ് നൽകി. പ്ലാറ്റോയുടെ രീതി ഏതുവരെ വരുന്ന ആളുടെ രൂപവും कि मुझे इस मुकाम മുഖത്തിന്റെ ആകൃതിയും അറിയുന്നില്ലയോ അതുവരെ അകത്തേക്ക് വരാൻ സമ്മതിക്കുമായിരുന്നില്ല. അയാളുടെ രൂപവും പ്രത്യക്ഷമായ അവസ്ഥയും മറ്റുള്ളവയും അറിയുന്നില്ലയോ അതുവരെ അകത്തേക്ക് വരാൻ സമ്മതിക്കുമായിരുന്നില്ല. അദ്ദേഹം രൂപഭാവത്തിൽ നിന്ന് മനസ്സിലാക്കുമായിരുന്നു ഈ പറയപ്പെട്ട വ്യക്തി ഏതു വിധത്തിലാണ് എന്ന്, വന്ന ആൾ എപ്രകാരം ആണ് എന്ന്.
എന്ന് അദ്ദേഹത്തിന് അനുമാനിക്കാൻ സാധിക്കുമായിരുന്നു. അയാൾ ഏത് തരക്കാരനാണ് എന്ന്. पूछे चेहरा को मालूम न कर പരിചാരകൻ വന്ന് സാധാരണ രീതി അനുസരിച്ച് അയാളുടെ രൂപം പറഞ്ഞു. അപ്പോൾ പ്ലാറ്റോ മറുപടിയായി പറഞ്ഞു, അയാളോട് പറയുക, अंदर नहीं आने देता था നിന്നിൽ ദുസ്വഭാവം വളരെ കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. कि शख्स से मजबूत ദുസ്വഭാവങ്ങളുടെ ഉടമയാണ് താങ്കൾ, ഞാൻ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി പ്ലാറ്റോയുടെ ഈ മറുപടി കേട്ടപ്പോൾ തന്റെ വേലക്കാരനോട് പറഞ്ഞു, നീ പോയി പറയുക, बताया താങ്കൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്, എന്നാൽ ഞാൻ എന്റെ ദുസ്വഭാവം चूंकि तुम में ഇല്ലാതാക്കി പരിഷ്കരണം നടത്തിയിരിക്കുന്നു. ചില കാര്യങ്ങൾ അവസാനിപ്പിച്ചു, उस आदमी ने घटिया अखलाक के मालिक को तुम ചീത്ത കാര്യങ്ങൾ അവസാനിപ്പിച്ചു, ദുസ്വഭാവങ്ങൾ. അപ്പോൾ പ്ലാറ്റോ പറഞ്ഞു, ശരിയാണ്, ഇത് സാധ്യമാണ്. അങ്ങനെ അദ്ദേഹത്തെ ഉള്ളിലേക്ക് വിളിപ്പിച്ചു. അങ്ങേറ്റം ബഹുമാനത്തോടും ആദരവോടും കൂടി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അവിടുന്ന് പറയുന്നു, സ്വഭാവം പരിവർത്തിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന ഹക്കീമുകൾ അവർ തെറ്റിലാണ്. നാം കാണുന്നു, ഉദ്യോഗസ്ഥരായ ചില ആളുകൾ കൈക്കൂലി വാങ്ങുന്നു, എന്നാൽ അവർ യഥാർത്ഥത്തിലുള്ള തൗബ ചെയ്യുമ്പോൾ हाँ ये हो सकता പിന്നീട് അവർക്ക് അഥവാ ആരെങ്കിലും സ്വർണത്തിന്റെ മല പോലും നൽകിയാൽ അവർ അതിലേക്ക് നോക്കുക പോലും ചെയ്യുകയില്ല. के साथ उससे मुलाकात की വീണ്ടും അവിടുന്ന് आप फरमाते हैं സ്വഭാവം ശരിയാക്കുന്നതിനെ കുറിച്ച് ഒരു ഉദാഹരണം നൽകിക്കൊണ്ട് പറയുന്നു, नहीं वो गलती पर हैं മനുഷ്യനിൽ हम देखते हैं ഏതുപോലെ आज मुलाजमत पेशा लोग ഒരിക്കൽ സൃഷ്ടിപ്പിന്റെ ബലഹീനതയുടെ കാലം വരുന്നത് പോലെ, അതായത് അവന്റെ പ്രത്യക്ഷമായ ശരീരത്തിന്റെ ഘടനയിൽ ബലഹീനത ഉണ്ടാകാൻ തുടങ്ങുന്നു. അതിനെ വാർദ്ധക്യം എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണുകൾ അതിന്റെ ജോലി ഉപേക്ഷിക്കുന്നു, ചെവി കേൾക്കുകയില്ല. ചുരുക്കത്തിൽ എല്ലാവിധത്തിലുള്ള ശാരീരിക അവയവങ്ങളും कि इंसान തന്റെ ജോലി ചെയ്യാൻ പറ്റാത്തതും ഉപയോഗശൂന്യമായതിന്റെ സമീപത്തും എത്തുന്നു. അതുപോലെ തന്നെ ഓർത്തുകൊള്ളുക, വാർദ്ധക്യം എന്ന് പറയുന്നത് രണ്ടു വിധത്തിലുണ്ട്. बनावट में जिस्म ഒന്ന് പ്രകൃതിപരമായതാണ്, മറ്റൊന്ന് പ്രകൃതിപരമല്ലാത്തതാണ്. പ്രകൃതിപരമായത് മുകളിൽ പറഞ്ഞതാണ്, പ്രത്യക്ഷമായ ശരീരത്തിന്റെ വാർദ്ധക്യം. गरज के ഇത് പ്രകൃതപരമായ വാർദ്ധക്യമാണ്. नाम से പ്രകൃതിപരം അല്ലാത്തത് ഇതാണ്, ചിലർ തങ്ങൾക്കുണ്ടായിരിക്കുന്ന രോഗത്തെക്കുറിച്ച് इसी तरह से याद വ്യാകുലരാകാതിരിക്കുക, पीराना सा അവർക്കുള്ള രോഗത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ അത് മനുഷ്യനെ ബലഹീനമാക്കിക്കൊണ്ട് സമയത്തിനു മുമ്പ് തന്നെ വൃദ്ധരാക്കുന്നു. तभी तो അഥവാ ऐसा के ऊपर അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ बुढ़ापा है ഏതുപോലെ ശാരീരിക സംവിധാനത്തിൽ ഈ രീതി ഉള്ളതുപോലെ, कि कोई अपनी अमराज लाहिका അഥവാ രോഗത്തിന് മനുഷ്യൻ ചികിത്സിക്കുന്നില്ല എങ്കിൽ ശരീരം ബലഹീനമായി പോകുന്നു. मर्जी हैं उसको ഇത് ശാരീരിക സൃഷ്ടിപ്പിൽ ഉള്ള ഒരു രീതിയാണ്. ഒന്ന് വയസ്സിനോടൊപ്പം വാർദ്ധക്യം വരുന്നു, അത് പ്രകൃതിപരമായ വാർദ്ധക്യമാണ്. മറ്റൊന്ന് പ്രകൃതിപരമല്ലാത്ത വാർദ്ധക്യം വരുന്നു, जैसे അത് മനുഷ്യനിൽ ചില में जिस्मानी में സൂക്ഷ്മതയില്ലായ്മ കൊണ്ട് ബലഹീനതയും വാർദ്ധക്യവും ഉണ്ടാകുന്നു. अगर बीमारियों का इलाज പറയുന്നു, इंसान तो कमजोर അതുപോലെ തന്നെ ആന്തരികവും ആത്മീയവുമായ വ്യവസ്ഥിതിയിലും ഉണ്ടാകും. ഏതുപോലെ പ്രത്യക്ഷമായ അവസ്ഥയിൽ ഈ രണ്ടു വിധത്തിലുള്ള വാർദ്ധക്യമുണ്ടോ, അതുപോലെ തന്നെ गैर तभी बुढ़ापा जो बाज ആത്മീയവും वजूहात से ആയ വ്യവസ്ഥിതിയിലും രണ്ടു തരത്തിലുള്ള വാർദ്ധക്യമുണ്ട്. അഥവാ ആരെങ്കിലും തങ്ങളുടെ ദുസ്വഭാവത്തെയും രീതിയെയും മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ ചീത്തയും മോശവും ആയ ചിന്താഗതികളെ നല്ല ചിന്തകൾ കൊണ്ടും നല്ല കാര്യങ്ങൾ കൊണ്ടും മാറ്റിയെടുക്കുന്നില്ല എങ്കിൽ അയാളുടെ ഹൃദയപരമായ അവസ്ഥ പൂർണ്ണമായും അധപ്പതിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ നിന്നും ഈ കാര്യം വളരെ വ്യക്തമായി തെളിയുന്നു. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, എന്നാൽ അലസതയും മടിയും മനുഷ്യനിൽ അതീശത്വം നേടിയാൽ अच्छे ख्यालात और നാശമല്ലാതെ മറ്റെന്തുണ്ടാകാനാണ്. तब्दील नहीं करता ഈ വിധത്തിൽ നിരാശരായി ജീവിതം കഴിച്ചുകൂട്ടുകയാണെങ്കിൽ ഏതുപോലെ ഒരു വൃദ്ധൻ रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के इरशाद और कुरान करीम ഒരു വൃദ്ധനായിത്തീരുന്നുവോ, ये अमर വൃദ്ധനെ പോലെ പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ്? एक मर्ज की ഇന്ന് ഈ അലസത ഇല്ലാതാക്കുന്നതിനായി सुस्ती इंसान पर गालिब അള്ളാഹു സംവിധാനം ഒരുക്കിയിരിക്കുന്നു. हलाकत के और क्या ഈ അന്തരീക്ഷത്തിൽ ഹൃദയത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും സ്വഭാവത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു ബലഹീനതകളും പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അഥവാ ശ്രമിക്കുന്നില്ല എങ്കിൽ ഈ അന്തരീക്ഷം ഉണ്ടായിട്ടും ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പിന്നീട് മനുഷ്യൻ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലേക്ക് പോകും. അതിൽ ജീവിതത്തിന്റെ അവസാനമാണ്. പിന്നീട് മനുഷ്യന് അള്ളാഹുവിന്റെ മുന്നിൽ തഖ്വയില്ലാതെ ഹാജരാകേണ്ടതായി വരും. और दूसरे വീണ്ടും സ്വഭാവത്തിന്റെ രൂപീകരണത്തിനു വേണ്ടി തൗബയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, इस माहौल के बावजूद തൗബ യഥാർത്ഥത്തിൽ സ്വഭാവ രൂപീകരണത്തിനായി വളരെയധികം സ്വാധീനം നൽകുന്നതും പ്രേരണ നൽകുന്നതുമായ കാര്യമാണ്. और इसमें जिंदगी का खात्मा है
ഉന്നത സ്വഭാവം കരസ്ഥമാക്കണം എന്നുണ്ടെങ്കിൽ അത് തൗബ കൊണ്ടാണ് ലഭിക്കുക. തൗബ എന്ന് പറയുന്നത് കേവലം പാപങ്ങളിൽ നിന്ന് മാപ്പ് ചോദിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് അഥവാ ഉന്നത സ്വഭാവ ഗുണം അനുസരിച്ച് ചരിക്കണം എന്നുണ്ടെങ്കിൽ, അത് കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഇത് വളരെയധികം അത്യാവശ്യമാണ്. പറയുന്നു, അത് മനുഷ്യനെ പരിപൂർണനാക്കുന്നു. അതായത് ഏതൊരാളാണോ തന്റെ സ്വഭാവത്തിന്റെ പരിവർത്തനം ആഗ്രഹിക്കുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം സത്യഹൃദയത്തോടും ദൃഢചിത്തതയോടും കൂടി തൗബ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ കാര്യവും ഓർത്തിരിക്കേണ്ടതാണ്. തൗബക്ക് 3 നിബന്ധനകളുണ്ട്. അത് പൂർത്തിയാക്കാതെ ശരിയായ തൗബ ഏതൊന്നിനെയാണോ തൗബത്തുൻ നസൂഹ് എന്ന് പറയുന്നത് സ്വായത്തമാക്കാൻ സാധിക്കുകയില്ല. ഈ 3 നിബന്ധനകളിൽ ആദ്യത്തെ നിബന്ധന, അതിനെ അറബി ഭാഷയിൽ ഇഖ്ലാ എന്ന് പറയും. അതായത് തെറ്റായ സ്വഭാവത്തെ പ്രേരണ നൽകുന്ന ചിന്താഗതികളെ ഇല്ലാതാക്കുക. അതായത് തടയേണ്ടതായ കാര്യങ്ങൾ, സ്വഭാവങ്ങൾ, നിരർത്ഥകമായ ചിന്തകൾ, ദുസ്വഭാവങ്ങൾ, അവയെല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ആദ്യത്തെ നിർബന്ധ കാര്യം ഇതാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥ കാര്യം ഇതാണ്. ഭാവനക്ക് വളരെ വലിയ സ്വാധീനം ഉണ്ട്. അതായത് മനുഷ്യൻ ഏതെങ്കിലും ഒരു കാര്യം ഭാവനയിൽ കൊണ്ടുവരുമ്പോൾ അത് മനുഷ്യനിൽ സ്വാധീനം ഉണ്ടാക്കുന്നു. കാരണം പ്രവൃത്തി പദത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാ കർമ്മങ്ങളും ഒരു ഭാവനയുടെ രൂപത്തിൽ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി സംഭവിക്കുമ്പോൾ അതിനു മുമ്പ് അതൊരു ചിന്തയായിരിക്കും. അതുകൊണ്ട് തൗബക്കുള്ള ആദ്യത്തെ നിബന്ധന എന്ന് പറയുന്നത് ഇതാണ്. ആ ദുഷ്ചിന്തകളെയും ദുർഭാവനകളെയും ഉപേക്ഷിക്കുക. ഉദാഹരണമായി, ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സ്ത്രീയുമായി അനുവദനീയമല്ലാത്ത ബന്ധം വെക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് തൗബ ചെയ്യുന്നതിന് ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ളത് അവളുടെ രൂപം വിരൂപമായി മനസ്സിലാക്കുക, അവളുടെ എല്ലാ ദുസ്വഭാവത്തെയും തന്റെ ഉള്ളിൽ കൊണ്ടുവരിക. കാരണം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഭാവനയുടെ സ്വാധീനം വളരെ വലിയ സ്വാധീനമാണ്. പറയുകയാണ്, ഞാൻ സൂഫികളുടെ തദ്കിറയിൽ വായിച്ചിട്ടുണ്ട്. അവർ ഭാവനയെ ഈ വിധത്തിൽ എത്തിക്കുകയുണ്ടായി. അവർ മനുഷ്യരെ കുരങ്ങിന്റെയും പന്നിയുടെയും രൂപത്തിൽ കാണുകയുണ്ടായി. ചുരുക്കത്തിൽ ഒരാൾ ഏതു വിധത്തിലാണോ ചിന്തിക്കുന്നത് അതേ നിറം അയാളിൽ വരുന്നു. ഏതെല്ലാം ചിന്താഗതികളാണോ ദുസ്വാദിന് കാരണമായി തീരുന്നത് അതിനെ തകർത്ത് തരിപ്പണമാക്കുക. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. ഭാവനയിൽ അതിനെ മോശമായി കാണുക. രണ്ടാമത്തെ നിബന്ധന ലജ്ജയാണ്. അതായത് ലജ്ജാശീലം പ്രകടിപ്പിക്കുക. എല്ലാ മനുഷ്യരുടെയും കോൺഷ്യസ് ഈ ഒരു ശക്തിയാണ്. അത് അവനെ എല്ലാ തിന്മകളെ കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ദൗർഭാഗ്യവാനായ മനുഷ്യൻ അതിനെ പ്രയോജനരഹിതമാക്കി വെക്കുന്നു. അതിനെ ഉപയോഗിക്കുന്നില്ല. അള്ളാഹു അവനിൽ വെച്ചിരിക്കുന്ന ഒരു കഴിവിനെ ഉപയോഗിക്കുന്നില്ല. പാപവും തിന്മയും സംഭവിക്കുമ്പോൾ അവനിൽ ലജ്ജ പ്രകടിപ്പിക്കണം. ഈ ഒരു ചിന്ത ഉണ്ടാകണം. ഈ അനുഭൂതി താൽക്കാലികവും ഏതാനും ദിവസത്തേക്ക് മാത്രം ഉള്ളതാണ്. ലോകത്തിലെ അനുഭൂതികളിൽ തികച്ചും താൽക്കാലികമാണ്. അതോടൊപ്പം ഈ ഒരു ചിന്തയും ഉണ്ടാകുക, ഓരോ പ്രാവശ്യവും ഈ അനുഭൂതിയും സുഖവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതുവരെ? എന്നാൽ ഈ വാർദ്ധക്യത്തിലെത്തി ശക്തി ഈ ബലഹീനവും ദുർബലവുമാകുമ്പോൾ അവസാനം ഈ എല്ലാ ഭൗതിക അനുഭൂതികളെയും ഉപേക്ഷിക്കേണ്ടതായി വരും. അതുകൊണ്ട് സ്വയം ജീവിതത്തിൽ തന്നെ ഈ എല്ലാ അനുഭൂതികളും നഷ്ടപ്പെടുമെങ്കിൽ പിന്നെ അത് ചെയ്യുന്നത് കൊണ്ട് എന്ത് ലഭിക്കാനാണ്? പറയുന്നു, ആ മനുഷ്യൻ വളരെ സൗഭാഗ്യവാനാണ്. ആരാണോ തൗബയിലേക്ക് തിരിയുന്നത്, ആരിലാണോ ഒന്നാമതായി ഇഖ്ലായുടെ ചിന്ത ഉണ്ടാകുന്നത്, അതായത് മോശമായ ചിന്തകളും ഭാവനകളും നശിപ്പിക്കുക എന്നുള്ളത്, ഈ മാലിന്യവും അവിശുദ്ധിയും പുറത്തു പോകുമ്പോൾ ലജ്ജിതനാവുകയും പിന്നീട് താൻ ചെയ്തതിൽ ലജ്ജ പ്രകടിപ്പിക്കുകയും ചെയ്യണം. മൂന്നാമത്തെ നിബന്ധന ദൃഢനിശ്ചയം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഭാവിയിലേക്ക് വേണ്ടി ഉറച്ച തീരുമാനം എടുക്കുക. ഇനി ആ തിന്മകളിലേക്ക് ഒരിക്കലും പോകുന്നതല്ല. അഥവാ അതിൽ സ്ഥിരചിത്തത കൈവരിക്കുകയാണെങ്കിൽ
അള്ളാഹു അയാൾക്ക് ശരിയായ തോപ ചെയ്യാനുള്ള തൗഫീക്ക് നൽകും. ഏതുവരെ എന്നാൽ पक्का इरादा कर ले। അയാളിൽ തിന്മ പൂർണ്ണമായും അവസാനിച്ചു പോയിക്കൊണ്ട് ആ സ്ഥലത്ത് ഉന്നത സ്വഭാവവും സൽപ്രവർത്തികളും വരുന്നതായിരിക്കും. खुदा उसे सच्ची ഇത് സ്വഭാവത്തിനു മേലുള്ള ഒരു വിജയം ആണ്. यहाँ तक പറയുന്നു, याद उससे कतन ഇതിനുമേൽ ശക്തിയും കഴിവും നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ജോലിയാണ്. കാരണം എല്ലാ ശക്തികളുടെയും കഴിവിന്റെയും ഉടമസ്ഥൻ അവനാണ്. ഏതുപോലെ പറയുന്നു, ഇന്നൽ ഖുവത ലില്ലാഹി ജമീഅ, उस पर എല്ലാ ശക്തിയും कुव्वत और ताकत അള്ളാഹുവിനുള്ളതാണ്. अल्लाह ताला का काम है। മനുഷ്യൻ कि तमाम ബലഹീനനായ സൃഷ്ടിയാണ്. कुव्वतों का मालिक वही है, जैसे फरमाया इन्नल कुव्वत लिल्लाहि जमीआ। सारी कुव्वतें ഖുലിക്കൽ ഇൻസാനു ദഈഫ എന്നത് അതിന്റെ യാഥാർത്ഥ്യമാണ്. और इंसान അള്ളാഹുവിൽ നിന്ന് ശക്തി ലഭിക്കുന്നതിനു വേണ്ടി ഈ 3 നിബന്ധനകളും പൂർത്തിയാക്കി മനുഷ്യൻ അലസതയും മടിയും ഉപേക്ഷിക്കുകയും പൂർണ്ണമായും इसकी हकीकत ഊർജ്ജസ്വലനായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സ്വഭാവത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നതാണ്. को ये तीनों शराइत जो हैं को कामिल करके इंसान कसल और सुस्ती को छोड़ दे, ഈ മോശമായ സ്വഭാവം ഉപേക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം, दुआ मांगे, അതിന് अल्लाह ताला तब्दील अखलाक कर देगा। ഒരു ധൈര്യവാന്റെ ഉദാഹരണം നൽകിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, നമ്മുടെ ജമാഅത്തിന് अखलाक छोड़ने के लिए ശക്തന്മാരുടെയും ബലവാന്മാരുടെയും ആവശ്യമില്ല. യോദ്ധാക്കളെയല്ല നമുക്ക് ആവശ്യമുള്ളത്. बहादुर से मिसाल മറിച്ച് फरमाते हैं, അത്തരം ശക്തിയുള്ളവരാണ് വേണ്ടത്. ആരാണോ സ്വഭാവപരമായ പരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. ഇതൊരു യഥാർത്ഥ കാര്യമാണ്. पहलवान नहीं हमें चाहिए, बल्कि ऐसी कुव्वत रखने वाले मतलूब ശക്തിമാനും ഫലവാനും പർവ്വതത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നവനല്ല. പറയുന്നു, യഥാർത്ഥ ധൈര്യവാൻ സ്വഭാവപരമായ പരിവർത്തനത്തിന് ശക്തിയുള്ളവനാണ്. ताकत वाला नहीं, ഓർത്തുകൊള്ളുക, എല്ലാ ശക്തികളും കഴിവുകളും സ്വഭാവപരമായ പരിവർത്തനത്തിന് വേണ്ടി ചിലവഴിക്കുക. കാരണം ഇതാണ് യഥാർത്ഥത്തിലുള്ള ധൈര്യവും ശക്തിയും. तब्दील अखलाक पर मक़दरत पावे। बस याद रखो कि सारी വീണ്ടും അവിടുന്ന് പറയുന്നു, സ്വഭാവപരമായ അവസ്ഥ ഒരു കറാമത്താണ്. അതിനെതിരെ ആർക്കും വിരൽ ചൂണ്ടാൻ സാധിക്കുകയില്ല. फिर ഇത് കാരണം കൊണ്ടാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വലുതും ശക്തിയുള്ളതുമായ ദൃഷ്ടാന്തം സ്വഭാവപരമായിട്ടുള്ളത് നൽകിയിരിക്കുന്നത്. ഇതുപോലെ പറയുന്നു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സ്വഭാവങ്ങളും ശക്തികളും മറ്റു പ്രവാചകന്മാരെക്കാൾ വളരെ ഉയർന്നതാണ്. എന്നാൽ അങ്ങയുടെ ഉന്നതമായ സ്വഭാവപരമായ ദൃഷ്ടാന്തം അതിലെല്ലാം ഒന്നാം സ്ഥാനത്താണ്. അതിന്റെ ഉദാഹരണം ലോകത്തിന്റെ ചരിത്രത്തിന് നൽകാനും സമർപ്പിക്കാനും സാധിക്കുകയില്ല. അവിടുന്ന് പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഓരോ വ്യക്തിയും തന്റെ മോശം സ്വഭാവം ഉപേക്ഷിച്ച്, മോശം ശീലങ്ങളെ ഉപേക്ഷിച്ച് നല്ല സ്വഭാവം സ്വായത്തമാക്കുന്നത്, തിന്മ ഉപേക്ഷിച്ച് നന്മകൾ ചെയ്യുന്നത്, पेश कर सकेगी। അവർക്കായി ഇത് തന്നെയാണ് കറാമത്ത്. कि हर एक शख्स ഉദാഹരണമായി വളരെ ദേഷ്യം പിടിക്കുന്ന പ്രകൃതമാണ് ഉള്ള ആളാണെങ്കിൽ ഈ മോശം ശീലം ഉപേക്ഷിക്കുന്നുവെങ്കിൽ, അനുകമ്പയും വിട്ടുവീഴ്ചയും സ്വായത്തമാക്കുന്നുവെങ്കിൽ, उसके लिए പിശുക്കും ലുബ്ദിനെയും കുറിച്ച് प्यार करता है, उसके लिए वही करामत है। അനുകമ്പയും വിട്ടുവീഴ്ചയും സ്വായത്തമാക്കുന്നുവെങ്കിൽ, പിശുക്കും ലുബ്ദും ഉപേക്ഷിച്ച് ദാനധർമ്മം ചെയ്യുന്നുവെങ്കിൽ, വിദ്വേഷത്തിന് പകരം അനുകമ്പ കാണിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇത് ഒരു കറാമത്താണ്. അതുപോലെ തന്നെ സ്വയം പ്രശംസയും സ്വയേഷ്ടവും ഉപേക്ഷിച്ച് വിനയവും എളിമയും കാണിക്കുന്നുവെങ്കിൽ ആ വിനയവും ഒരു കറാമത്താണ്. हमदर्दी हासिल करता है। ആരാണ് ഒരു കറാമത്തിന്റെ ഉടമസ്ഥനാകാൻ ആഗ്രഹിക്കാത്തത്? എനിക്കറിയാം എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. या इंसाफ को छोड़कर എനിക്കറിയാം എല്ലാവരും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. हमदर्दी हासिल करता है तो बेशक ये करामत। മനുഷ്യൻ സ്വഭാവപരമായ അവസ്ഥയെ ശരിയാക്കി തീർക്കുക. കാരണം और ऐसा ही खुद सताई और खुद पसंदी को छोड़कर ഇത് ഒരിക്കലും തന്നെ വിട്ടുപോവുകയില്ല. എന്നല്ല, വിദൂര പ്രദേശങ്ങളിൽ പോലും അതിന്റെ പ്രയോജനം എത്തുന്നതായിരിക്കും. വിശ്വാസി तुम में से സൃഷ്ടികളുടെ है जो नहीं चाहता സൃഷ്ടികളുടെയും कि करामाती बन സൃഷ്ടാവിന്റെയും പക്കൽ കറാമത്തുള്ള ആൾ ആകേണ്ടതാണ്. അള്ളാഹുവിന്റെ മുമ്പിലും അള്ളാഹുവിന്റെ मुदामी और സൃഷ്ടികൾക്ക് മുമ്പിലും ഒരു പരിശുദ്ധമായ പരിവർത്തനം ഉണ്ടാക്കുന്ന ആളായിരിക്കണം. സ്വയേഷ്ടം ഉപേക്ഷിച്ച് വിനയം സ്വായത്തമാക്കി उसका असर कभी जायल नहीं होता। ദാന ശീലമുണ്ടാക്കി അസൂയയുടെ ശീലം ഉപേക്ഷിച്ച് അനുകമ്പയുടെ ശീലമുണ്ടാക്കി ഈ ശ്രേഷ്ഠകൾ സ്വായത്തമാക്കുകയും തിന്മകൾ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പക്കലും അള്ളാഹുവിന്റെ പക്കലും ഒരു കറാമത്ത് ആയിരിക്കും. पहले करामत हो जाए പറയുന്നു, ഒരുപാട് മോശം വ്യക്തികളും സുഖലോലുപരും അവരെ കാണപ്പെട്ടിട്ടുണ്ട്. അവർ ഒരു വിധത്തിലുള്ള
सखावत അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളും അംഗീകരിക്കുന്നവരായിരിക്കുകയില്ല. എന്നാൽ സ്വഭാവപരമായ അവസ്ഥയെ കണ്ടുകൊണ്ട് അവരും തലകുനിച്ചു. അംഗീകരിക്കാതിരിക്കാനും വിശ്വസിക്കാതിരിക്കാനും മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഒരുപാട് ആളുകളുടെ ജീവചരിത്രത്തിൽ നിങ്ങൾക്ക് ഈ കാര്യം കാണാൻ സാധിക്കും. അവർ സ്വഭാവപരമായ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടാണ് बहुत से रिंद और अयाश സത്യദീനിനെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് അവിടുന്ന് ഒരു മസ്ജിദിലിരുന്ന് ഒരു സദസ്സിലിരുന്നു കൊണ്ട് പറയുകയായിരുന്നു. हालत को देखकर അവിടുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന മസ്ജിദിൽ और बजूज इकरार ഏതാനും സിഖുകാര് സന്യാസി വേഷത്തിൽ വന്നു. അവർ ലഹരിയിൽ കുളിച്ചവരായിരുന്നു. बहुत से लोगों അവർ सवाने സദസ്സിൽ വന്ന് ഈ വിധത്തിൽ മോശമായ രീതിയിൽ പെരുമായി. दीन हक को कबूल कर लिया. अभी बयान फरमाए थे एक मजलिस में, मस्जिद में बैठ के. उस मजलिस में जब ये आप फरमा रहे थे ഇത്രമാത്രം तो അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു. ആ സ്വർഗീയ സദസ്സിന് ഭംഗം ഉണ്ടാകുമെന്ന് തോന്നിയിരുന്നു, അസ്വസ്ഥത ഉണ്ടാകുമായിരുന്നു. എന്നാൽ നമ്മുടെ സാദിഖ് ഇമാം തന്റെ കർമ്മ മാതൃക കൊണ്ട് ഈ സ്വഭാവപരതയെ കറാമത്താണെന്നതിനെ കുറിച്ചോ ഏതൊന്നിനെ കുറിച്ചാണോ ഉപദേശിച്ചുകൊണ്ടിരുന്നത് അത് കാണിച്ചു സാധിക്കുകയുണ്ടായി. അവസാനം അധിക പേരും നിലവിളിച്ച് ആവേശാധിക്യം കൊണ്ട് കരഞ്ഞുപോയി. मगर फरमाते हैं कि मगर हमारे साथ അവരെ പോലീസ് ഏറ്റുവാങ്ങി. പോലീസ് വന്നവരെ പിടിച്ചു, മർദ്ദിച്ചു. അങ്ങനെ അവരുടെ ലഹരിയും ഇറങ്ങിപ്പോയി. വീണ്ടും വിശ്വസിക്കാനുള്ള വിധ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, कि अक्सर उनमें से चिल्ला चिल्लाकर फरते जोश से പ്രവാചകന്മാർക്കെതിരിൽ ഉണ്ടായിരുന്ന നീചനായ വ്യക്തികൾ, പ്രത്യേകിച്ച് നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരിൽ ഉണ്ടായിരുന്നവർ, അവരുടെ വിശ്വാസം കൈക്കൊള്ളൽ മുഅ്ജിസത്തുകളെ അവലംബിച്ചുകൊണ്ടായിരുന്നില്ല. മുഅ്ജിസത്തുകളോ ദൃഷ്ടാന്തങ്ങളോ അവരുടെ തൃപ്തിക്ക് കാരണമായിരുന്നില്ല. മറിച്ച് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉന്നത സ്വഭാവ ഗുണം കണ്ടുകൊണ്ടാണ് അങ്ങയുടെ സത്യത്തെ അംഗീകരിക്കുന്നവരായി മാറിയത്. സ്വഭാവപരമായ മുഅ്ജിസത്തുകൾ അതോടൊപ്പം മറ്റു ദൃഷ്ടാന്തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഉള്ള പ്രവർത്തനം ചെയ്യുന്നതാണ്. അൽ ഇസ്തിഖാമത്ത് ഫൗക്കൽ കറാമത്ത് എന്നതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് ഏതു വിധത്തിലുള്ള അത്ഭുതമാണ് കാണിക്കുന്നത്. കറാമത്തിന്റെ ചിലപ്പോൾ ശ്രദ്ധയൊന്നും ഉണ്ടാകുകയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞാൻ ഇന്ന വ്യക്തി ഉന്നത സ്വഭാവം ഉള്ള अखलाकी मोइज़ात वो ആളാണ് അറിയാൻ കഴിയുന്നതിന്റെ അഖില രൂപവിധത്തിലാണോ അത് തിരയുന്നത്. और तजुर्बा करके देख लो. അത് മറിഞ്ഞിരിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നു. ഉന്നത സ്വഭാവത്തിന്റെ സ്വാധീനം അവരിലും ഉണ്ടാകുന്നു. ആരാണോ അനേകം ദൃഷ്ടാന്തങ്ങൾ കണ്ടതിനു ശേഷം लेकिन अगर തൃപ്തി കൈവരിക്കാത്തത്. പറയുന്നു, യഥാർത്ഥ കാര്യം ഇതാണ്. ചിലർ പ്രത്യക്ഷമായ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നു. ചിലർ യഥാർത്ഥ ജ്ഞാനങ്ങളും ആത്മീയ ജ്ഞാനങ്ങളും കണ്ടുകൊണ്ട്. എന്നാൽ അധികവും ഉള്ളത് അവരുടെ ഹിദായത്തിനും സംതൃപ്തിക്കും കാരണം जो कई किस्म ഉന്നത സ്വഭാവവും സ്നേഹവുമാണ്. ഇന്നും അനേകം ആളുകൾ അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നു. ഏതെങ്കിലും ഒരു അഹമ്മദിയുടെ സ്വഭാവത്താൽ വിശ്വസിക്കപ്പെട്ട് कर ईमान लाते हैं. സ്വാധീനിക്കപ്പെട്ട് അല്ലെങ്കിൽ പൊതുവായ നിലയിൽ ജമാഅത്തിന്റെ സ്വഭാവത്തിൽ സ്വാധീനിക്കപ്പെട്ട് जिनकी हदायत और അഹമ്മദികളാകുന്നത്. ഓരോ അഹമ്മദിയും ഈ കാര്യത്തിൽ ദൃഷ്ടി പതിപ്പിക്കേണ്ടതുണ്ട്. സ്വഭാവം എന്ന് പറഞ്ഞ് കേവലം തങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നല്ല. ആ രീതി किसी न किसी ഒരു ദീനീപരമായ നിർബന്ധ കടമയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ളവരുടെ പരിഷ്കരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ അഹമ്മദികളും നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഈമാന്റെ രീതി എന്താണ് എന്ന് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, അള്ളാഹുവിനോട് പരിഷ്കരണം ആഗ്രഹിക്കുകയും തന്റെ ശക്തിയും കഴിവും അനുസരിച്ച് ചിലവ് ചെയ്യുകയും और दूसरों की इस्लाह का जरिया भी है. പരിഷ്കരണത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈമാൻ കരസ്ഥമാക്കുന്നതിനുള്ള രീതി. പറയുന്നു, ഹദീസിൽ വന്നിട്ടുണ്ട്, ആരാണോ ദൃഢവിശ്വാസത്തോടുകൂടി തന്റെ കൈ ദുആക്ക് വേണ്ടി ഉയർത്തുന്നത് അള്ളാഹു അയാളുടെ ദുആ റദ്ദ് ചെയ്യുകയില്ല. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ദൃഢവിശ്വാസത്തോടും यही ईमान നല്ല നീയത്തോടും കൂടി ചോദിക്കുക. പറയുന്നു, എന്റെ ഉപദേശം വീണ്ടും ഇതാണ്, നല്ല സ്വഭാവം പ്രകടിപ്പിക്കുക എന്ന് തന്നെയാണ് തങ്ങളുടെ और अल्लाह ताला से കറാമത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത്. അഥവാ ആരെങ്കിലും ഞാൻ ഒരു കറാമത്തുള്ള ആളാകുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് എങ്കിൽ ഓർത്തുകൊള്ളുക, के लिए उठाता है. ശൈത്താൻ അയാളെ വഞ്ചനയിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. से मांगो കറാമത്ത് കൊണ്ട് എടുത്തുചാട്ടവും അന്ധതയും അല്ല ഉദ്ദേശം. കറാമത്ത് മുഖേന ആളുകൾക്ക് ഇസ്ലാമിന്റെ अच्छे സത്യതക്കും യാഥാർത്ഥ്യത്തിനും ബോധ്യപ്പെടുന്നു, ഹിദായത്ത് ലഭിക്കുന്നു. है कि मैं करामाती बनना ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, എന്നോട് कि शैतान उसे धोखे में डालता है എടുത്തുചാട്ടവും അലസതയും കറാമത്തിൽ और पिंदार मुराद नहीं. പെടുന്ന ഒരൈക്യമല്ല. लोगों को इस्लाम की सच्चाई ഇസ്ലാമിൽ അകപ്പെടുകയില്ല. ഇത് ശക്തമായ और हदायत होती है. मैं
तो मैं फिर कहता हूँ कि उज्ब और पिंदार ഇത് വ്യത്യസ്തമാണ് എന്ന് നോക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ बस ये शैतानी वसवसा है. देखो വിവിധ കാലത്ത് ये करोड़ा കോടിക്കണക്കിന് മുസ്ലിങ്ങൾ जमीन के मुख्तलिफ हिस्सों में नजर आते हैं. ഇസ്ലാമിന്റെ ശക്തി കൊണ്ട് के दौर से जब പല हुए हैं പ്രദേശത്തും ये बिल्कुल गलत है. ये इस्लाम की करामाती കണ്ടുകൊണ്ട് जो उनको खींच लाई है. കോടിക്കണക്കിന് മുസ്ലിങ്ങൾ करामतें अनवा व अक़साम की होती हैं. मिन जुमला उनके एक अखलाकी എടുത്തുചാട്ടവും അന്ധതയും കറാമത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമേ അല്ല. ഈ ശക്തി मान हुए सिर्फ रास्तबाजों की करामती देखी और उसका असर पड़ा. उन्होंने इस्लाम ഇത് കരസ്ഥമാക്കാനായി നോക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ കാണുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അവർ വാളിന്റെ ശക്തി കൊണ്ടും ഫലപ്രയോഗം കൊണ്ടും कि इस्लाम की सच्चाई की रूह ही ऐसी कवि है जो गैर कौमों को ഇസ്ലാമിൽ പ്രവേശിച്ചവരാണോ? ഇത് തികച്ചും തെറ്റാണ്. इस बात को ഇസ്ലാമിന്റെ കറാമത്ത് कि अखलाक भी ശ്രേഷ്ഠമാണ് इसकी तरह है. അവരെ വഴിതെളിച്ചു കൊണ്ടുവന്നത്. अल्लाह ताला के दिए हुए रिस्क के खर्च करने की तरह है. और ये भी तकवा ഇസ്ലാമിന്റെ കറാമത്ത് की जुज़ और हिस्सा भी है. ആണ് അവരെ आप फरमाते हैं ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. कि आम लोग रिस्क से मुराद अशियाए खुर्द नहीं लेते हैं. ഇവർ ഫലപ്രയോഗം കൊണ്ടും വാളുകൊണ്ടും വന്നതാണോ? തികച്ചും തെറ്റായ കാര്യമാണിത്. ഇത് ഇസ്ലാമിന്റെ കറാമത്തായിട്ടുള്ള സ്വാധീനമാണ് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. പറയുന്നു കറാമത്ത് എന്ന് പറയുന്നത് खून वगैरह मुआरफ हक़ाइक़ വിവിധ തരത്തിലുള്ളതുണ്ട്. जिस्मानी तौर पर ഒന്ന് സ്വഭാവപരമായ കറാമത്താണ്. അതെല്ലാ മേഖലകളിലും വിജയിക്കുന്നതാണ്. മുസ്ലിങ്ങളായിട്ടുള്ളവർ അവര് സത്യവാന്മാരുടെ കറാമത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതാണ് സ്വാധീനിക്കപ്പെട്ടത്. അവർ ഇസ്ലാമിനെ മഹത്വത്തോടു കൂടി നോക്കുകയുണ്ടായി. വാളുകൊണ്ടല്ല അവർ ഇസ്ലാമിനെ കണ്ടത്. പറയുന്നു വലിയ വലിയ ഗവേഷകരായ ഇംഗ്ലീഷുകാർക്ക് ഇക്കാര്യം അംഗീകരിക്കേണ്ടതായി വന്നു. ഇസ്ലാമിന്റെ സത്യതയുടെ ആത്മാവ് അത് അന്യ സമുദായത്തെ ഇസ്ലാമിലേക്ക് വരാൻ നിർബന്ധിതമാക്കുക ചെയ്തു. വീണ്ടും ഈ കാര്യം വിവരിച്ചുകൊണ്ട് സ്വഭാവവും റിസ്ക് പോലെയാണ്. അതിന്റെ പ്രകടനം ये याद रखो कि वही बखील नहीं है അള്ളാഹു നൽകിയ റിസ്ക് ചിലവഴിക്കുന്നത് പോലെയാണ്. नहीं देता. ഇതും തഖ്വയുടെ ഒരു കർമ്മപരമായ ഭാഗമാണ്. വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു और वो दूसरों പൊതുവിൽ खाने में मज़ाइक़ ജനങ്ങൾ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് कई किस्में हैं. ഭക്ഷണം എന്നുള്ളതാണ്. किसी भी ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല റിസ്ക്, ധനം മാത്രമല്ല റിസ്ക്. सलाहियतें हैं या എന്തെല്ലാം ശക്തിക്ക് നൽകപ്പെടുന്നുവോ അതെല്ലാം തന്നെ റിസ്ക് ആണ്. फरमाया അറിവ്, കഴിവ്, അതെല്ലാം തന്നെ उनसे किसी को वाकिफ ना करना ശാരീരികമായ നിലയിൽ ധനത്തിലുള്ള വിശാലത ഇതെല്ലാം തന്നെ റിസ്കിൽ ഉൾപ്പെടുന്നതാണ്. फर्क आ जाएगा. शिर्क है മനുഷ്യന്റെ കഴിവുകൾ, സ്വഭാവം, ധനം എല്ലാം या फन को ही अपना പറയുന്നു. റിസ്കിൽ ഭരണകൂടം ഉൾപ്പെടും. इसी तरह पर जो സ്വഭാവവും റിസ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. जो अपने अखलाक ഇവിടെ അള്ളാഹു പറയുന്നു बखील है ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾ ചിലവ് ചെയ്യുക. അതായത് कि जो अखलाक फाज़िला റൊട്ടിയിൽ നിന്ന് റൊട്ടി നൽകുക, അറിവിൽ നിന്ന് അറിവ് നൽകുക, സ്വഭാവത്തിൽ നിന്ന് സ്വഭാവം. मखलूक से उन अखलाक से पेश है. അറിവ് നൽകുക എന്നുള്ളത് പ്രത്യക്ഷമായ നിലയിൽ അറിയുന്നതാണ്. തന്റെ ധനം നൽകുന്നതിൽ മാത്രം പിശുക്ക് കാണിക്കുന്നവനല്ല പിശുക്കൻ, മറിച്ച് അയാളും പിശുക്കനാണ്. उसको रिस्क को जो ആർക്കാണോ അള്ളാഹു അറിവ് നൽകുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മടി കാണിക്കുകയും ചെയ്യുന്നത്. खुद भी अखलाक पैदा करने की कोशिश करें. പിശുക്കന്മാരുടെ ഒരുപാട് തരം ഉണ്ട്. कायम करेगा इंसान തനിക്ക് ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും വസ്തു, എന്തെങ്കിലും കഴിവ് അല്ലെങ്കിൽ ധനം അതിനെ മറച്ചു വെക്കുന്നു. അയാൾ പിശുക്കനും ലുബ്ധനുമാണ്. വീണ്ടും പറയുന്നു കേവലം തങ്ങളുടെ അറിവ് കൊണ്ട് മറ്റുള്ളവരത് പഠിക്കും, അപ്പോൾ ഞങ്ങളുടെ വില പോകും എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ സമ്പന്നതയിൽ കുറവ് വരും എന്ന് വിചാരിക്കുന്ന ആളുകൾ, उनका बरमहल അതും ഒരു വിധത്തിലുള്ള ശിർക്കാണ്. കാരണം ഈ കഴിവിനെയും ധനത്തെയും അവര് അള്ളാഹുവായി മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ अपनी जमात തങ്ങളുടെ സ്വഭാവത്തെ പ്രയോഗിക്കാത്ത ആളുകളും പിശുക്കന്മാരാണ്. സ്വഭാവം നൽകുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇത് തന്നെയാണ്. आते हैं कि जो शख्स സ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. अपने अखलाक में तब्दीली അത് അള്ളാഹുവിന്റെ സൃഷ്ടിയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. അള്ളാഹു മനുഷ്യൻ നൽകിയിരിക്കുന്ന സ്വഭാവം, ആ സ്വഭാവം കരസ്ഥമാക്കുകയും का पड़ता है. എന്നിട്ട് അത് ആളുകളുടെ മുമ്പിൽ ആ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുക. राज करते हैं അത് അള്ളാഹു നൽകിയിരിക്കുന്ന റിസ്കിനെ നൽകുക എന്നതുപോലെയാണ്. और तोहमत लगाते हैं कि इफ्तिरा ആരാണോ ഈ മാതൃക കണ്ടുകൊണ്ട് അങ്ങനെ സ്വയം സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സ്ഥാപിക്കും. മനുഷ്യൻ തന്റെ മാതൃക നിലനാട്ടുമ്പോൾ മറ്റുള്ളവരും
ഇതുപോലുള്ള സ്വഭാവമുള്ള ആളുകളായി തീരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. സ്വഭാവം കൊണ്ടുള്ള ഉദ്ദേശം കേവലം നാവ് കൊണ്ടുള്ള മൃദുലതയും അല്ലെങ്കിൽ മൃദുലമായ വാക്കുകളും പറയുക എന്നത് മാത്രമല്ല, മറിച്ച് ധൈര്യവും മറ്റെല്ലാ ശക്തികളും മനുഷ്യന് നൽകിയിരിക്കുന്നതെല്ലാം തന്നെ സ്വഭാവപരമായിട്ടുള്ള കഴിവുകളാണ്. അതെല്ലാം തന്നെ സംയോജിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. തന്റെ ജമാഅത്തിലെ അംഗങ്ങളുടെ ഉന്നതമായ ഭാവമുള്ളവരായി മാറുകയും തങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഏതൊരാളാണോ തന്റെ അയൽവാസിക്ക് തന്റെ സ്വഭാവത്തിൽ പരിവർത്തനം കാണിക്കുന്നു, മുമ്പ് എന്തായിരുന്നു ഇപ്പോഴെന്താണ്, അയാൾ ഒരു കറാമത്താണ് കാണിക്കുന്നത്, അതിന്റെ സ്വാധീനം തന്റെ അയൽവാസിയിൽ കൂടുതലായിട്ടുണ്ടാകും. പറയുന്നു, നമ്മുടെ ജമാഅത്തിൽ ആളുകൾ ആരോപണം ഉന്നയിക്കുന്നു, എന്ത് പുരോഗതിയാണ് ഉണ്ടായത് എന്നറിയില്ല, കറ്റുകെട്ടുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുന്നു. മനുഷ്യൻ നല്ല കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ട് ഈ ജമാഅത്തിൽ പ്രവേശിച്ചു. ഏതുപോലെ ഒരു നല്ല മകൻ തന്റെ പിതാവിന്റെ പേര് പ്രസിദ്ധമാക്കുന്നുവോ, ഇത് കാരണം ബയ്യത്ത് ചെയ്യുന്ന ആൾ മകന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. അഥവാ ഉസൂർ പൊതുവിലുള്ള മുഅ്മിനീങ്ങളുടെ പിതാവാണ്. ശാരീരികമായ പിതാവ് ഭൂമിയിൽ കൊണ്ടുവരുന്നതിന് കാരണമാകുന്നു, പ്രത്യക്ഷമായ ജീവിതത്തിനുള്ള കാരണമായി തീരുന്നു. എന്നാൽ ആത്മീയ പിതാവ് ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെ ആ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പറയുന്നു, ഏതെങ്കിലും മകൻ തന്റെ പിതാവിന് ദുഷ്പേരുണ്ടാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ? നിങ്ങളിൽ ഇന്ന ഇന്ന ദുർഗുണങ്ങൾ, ഇന്ന ഇന്ന മോശം ദുർഗുണങ്ങൾ നിങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജമാഅത്തിന് ദുഷ്പേരുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നു, തന്റെ പിതാവിന് ദുഷ്പേരിന് കാരണമാകാൻ ഏതെങ്കിലും മകൻ ഇഷ്ടപ്പെടുമോ? മദ്യപിക്കുകയും ചൂതാട്ടം നടത്തുകയും അതല്ലെങ്കിൽ പിതാവിന്റെ ദുഷ്പേരിന് കാരണമായ സ്വഭാവങ്ങൾ കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരാളും തന്നെ അങ്ങനെ ആഗ്രഹിക്കുകയില്ല, ഈ പ്രവൃത്തി ഇഷ്ടപ്പെടുന്നതായി. എന്നാൽ ആ പുത്രൻ അപ്രകാരം ചെയ്യുമ്പോൾ അതിന് ഒരിക്കലും തന്നെ നല്ല സ്വഭാവം എന്ന് പറയാൻ സാധിക്കുകയില്ല. ആളുകൾ അപ്പോൾ വിരൽ ചൂണ്ടും. ആളുകൾ പിതാവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും, അയാൾ ഇന്ന ആളുടെ മകനാണ്, അയാൾ ഇന്ന ദുഷ്പ്രവൃത്തി ചെയ്യുന്നു. അങ്ങനെ ആ പുത്രൻ സ്വയം പിതാവിന്റെ ദുഷ്പേരിന് കാരണമായി തീരുന്നു. അതുപോലെ ഏതെങ്കിലും ഒരാൾ ജമാഅത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ജമാഅത്തിന്റെ മഹത്വം മുന്നിൽ വെക്കാതെ അതിനെതിരിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹു അയാളുടെ കണക്കെടുക്കുന്നതായിരിക്കും, അയാളെ പിടിക്കപ്പെടും. കാരണം അയാൾ സ്വയം അയാളെ നശിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് മറ്റുള്ളവർക്ക് ഒരു മോശം മാതൃക കാണിച്ചുകൊണ്ട് അവരെ സന്മാർഗത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും മാർഗത്തിൽ തടയുകയാണ് ചെയ്യുന്നത്. പറയുന്നു, നിങ്ങൾക്ക് ഉള്ള കഴിവനുസരിച്ച് അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കുക, നിങ്ങളുടെ മുഴുവൻ കഴിവും അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ബലഹീനതകളെ ദൂരീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. എവിടെയാണോ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് അവിടെ സത്യതയോടുകൂടി കൈ ഉയർത്തുക. കാരണം ദുആ കൊണ്ടും വേദന കൊണ്ടും ഉള്ളിറുക്കം കൊണ്ടും ഉയർത്തപ്പെടുന്ന കൈകൾ അത് ഒരിക്കലും തന്നെ ശൂന്യമായി മടങ്ങുകയില്ല. ഞാൻ എന്റെ അനുഭവത്തിൽ പറയുന്നു, എന്റെ ആയിരക്കണക്കിന് ദുആകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഉറച്ച കാര്യമാണ്. ഏതുവരെ മനുഷ്യർക്ക് വേണ്ടി സഹാനുഭൂതി കാണിക്കുന്നില്ലയോ അയാൾ ഒരു പിശുക്കനാണ്. ഞാൻ ഏതെങ്കിലും മാർഗത്തിൽ നന്മ കാണുന്നുവെങ്കിൽ അതിലേക്ക് ആളുകളെ വിളിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ആളുകൾ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിലെ ഓരോ കർമ്മത്തിൽ നിന്നും ഈ കാര്യം തെളിയേണ്ടതാണ്. നാം അങ്ങയുടെ ബൈഅത്തിൽ വന്ന് ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കി വിശുദ്ധമായ മാറ്റം ഉണ്ടാക്കിയെടുത്തു. പിന്നീട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇത് തന്നെയാണ് തബ്ലീഗിനുള്ള മാർഗവും. അള്ളാഹു നമുക്ക് തഖ്വയിൽ ചരിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ ഉന്നതമായ മാറ്റം ഉണ്ടാക്കുന്നതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധമായ ജീവിത മാതൃക മുന്നിൽ വെക്കുവാനും ഉന്നതമായ സ്വഭാവം എപ്പോഴും പ്രകടിപ്പിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗ്രഹം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നവരായി തീരട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ ഗായിബും നമസ്കരിപ്പിക്കുന്നതാണ്. അത് ഒന്ന് ബഹുമാനപ്പെട്ട ലുത്ഫുർ റഹ്മാൻ മഹമ്മൂദ് സാഹിബിന്റേതാണ്. അമേരിക്കയിലെ അദ്ദേഹം ബഹുമാനപ്പെട്ട മിയ അത്താഉർ റഹ്മാൻ സാഹിബിന്റെ മകൻ ആയിരുന്നു. മെയ് 27, 2017 ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഇദ്ദേഹം ഭേരക്കാരനായിരുന്നു. को मुझ पर कामिल यकीन ഇദ്ദേഹത്തിന്റെ പിതാമഹൻ മിയ കരീമുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബി ആയിരുന്നു. पर बेइज्जत कर അദ്ദേഹം 1894 ആണ് ബൈഅത്ത് ചെയ്തത്. करे ഇദ്ദേഹത്തിന്റെ ഭാര്യ സാലിഹ ബീബി തന്റെ ഭർത്താവിനോടൊപ്പം ഒരു ബൈഅത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. के लिए गए और फिर खुदा ताला ने അതായത് लड़का अता किया जिसका नाम ഇദ്ദേഹത്തിന്റെ പിതാമഹി. रहमान साहब के वालिद थे. എന്നാൽ ये बड़ा പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. इस्लाम स्कूल में भी സാലിഹ ബീവി എന്നായിരുന്നു അവരുടെ പേര്. അവരൊരു സ്വപ്നം കണ്ടു. അവരുടെ സ്വപ്നം കേട്ടതിനു ശേഷം ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു സ്ത്രീക്കാണോ ഈ സ്വപ്നം ഉണ്ടായത്, बड़े बेटे थे मियां ताउर ആ സ്ത്രീക്ക് എന്നിൽ പരിപൂർണമായ വിശ്വാസമില്ല. अहमदिया पाकिस्तान के मरकज ഏതോ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് की तौफीक पाई. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ പൂർണ്ണ വിശ്വാസം ഇല്ല എന്ന കാര്യം പ്രകടമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, बात के स्कूल में അഥവാ അവർ എന്നിൽ പൂർണ്ണമായ രീതിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് ആൺകുട്ടിയെ നൽകുന്നതായിരിക്കും. അങ്ങനെ അവർ കാദിയാനിൽ കയ്യിൽ ബയ്യത്ത് ചെയ്യുന്നതിന് വേണ്ടി പോയി. तकरीर और तहरीर का बहुत मलका എന്നിട്ട് അള്ളാഹു അവർക്ക് ഒരാൺകുട്ടിയെ നൽകി. के मज़ामीन ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിക്ക് പേര് അത്താവുർ റഹ്മാൻ സാഹിബ് എന്ന് വെച്ചു. അതായത് ലുത്തുഫ് റഹ്മാൻ സാഹിബിന്റെ പിതാവ്. അദ്ദേഹം ഒരു നീണ്ടകാലം തലീമുൽ ഇസ്ലാം സ്കൂളിലും പഠിപ്പിച്ചു. സയൻസ് ആണ് പഠിപ്പിച്ചിരുന്നത്. ഞാനും ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടിരുന്നു. हवाले तलाश സ്കൂളിൽ മിയ അത്താവുർ റഹ്മാൻ സാഹിബിന്റെ മൂത്ത മകൻ ആയിരുന്നു. ഖുദ്ദാമുൽ അഹമ്മദിയ പാകിസ്ഥാനിൽ हवालों से जवाब तैयार करके മർക്കസി മുഹത്തമീം ആയിക്കൊണ്ട് സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. अखबार वाले അൽമനാർ ഖാലിദ് എന്നിവയുടെ എഡിറ്ററും ആയി. लुत्फुमान साहब ने പിന്നീട് ദീർഘകാലം സെറാലിയൂണിൽ താമസിച്ചു. പിന്നീട് റിട്ടയർ ആയതിനു ശേഷം അമേരിക്കയിലേക്ക് പോയി. പ്രസംഗിക്കാനും എഴുതാനുമുള്ള കഴിവ് അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ അധികവും അൽ ഫസ്ലിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു. लिया था മഹ്മൂദ് മുജീബ് അസ്കർ സാഹിബ് പറയുന്നു, ഇദ്ദേഹം ഒരിക്കൽ पर यकसा अबूर था. പാകിസ്ഥാനിൽ വന്നപ്പോൾ तहकीकी और मालूम ഖിലാഫത്ത് ലൈബ്രറിയിൽ खास अलमाना റഫറൻസ് നോക്കുകയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു, അമേരിക്കൻ പത്രങ്ങളിൽ ഇസ്ലാമിനും വിശുദ്ധ ഖുർആനും എതിരിൽ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്ക് അതിന് പ്രാമാണികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറുപടി തയ്യാറാക്കി ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. പൊതുവിൽ പത്രക്കാർ എന്റെ ലേഖനം പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ കാര്യം ലുത്ഫ് റഹ്മാൻ സാഹിബ് പറഞ്ഞു. ഇതിനുവേണ്ടിയാണ് ഞാൻ ഖിലാഫത്ത് ലൈബ്രറിയിൽ റഫറൻസ് നോക്കുന്നത്. അത്താവുൽ മുജീബ് റാഷിദ് സാഹിബും എഴുതുന്നു, വളരെ വിശാലമായ വായന ഉണ്ടായിരുന്നു. മതകാര്യങ്ങളിൽ ഗഹനമായ ദൃഷ്ടി ഉണ്ടായിരുന്നു. ഉറുദുവിലും ഇംഗ്ലീഷിലും ഒരേപോലെ പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഉറുദുവിൽ വളരെ ഗവേഷണപരവും വിജ്ഞാനപ്രദവുമായ ലേഖനങ്ങൾ പ്രത്യേകമായ പാണ്ഡിത്യത്തോടുകൂടി എഴുതുമായിരുന്നു. വൈജ്ഞാനിക പോയിന്റ് അന്വേഷിക്കുന്നതിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. ജമാഅത്തിന്റെ സാഹിത്യം എപ്പോഴും വായനയിൽ ഉണ്ടായിരിക്കും. വളരെ അറിവുള്ള ഒരു സുഹൃത്തായിരുന്നു. അവസരോചിതമായ അറിവിൽ പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു. ഖലീൽ മുബഷിർ സാഹിബ്, അദ്ദേഹം സെറാലിയൂണിൽ ഇൻചാർജ് മിഷണറിയും അമീറും ആയിരുന്നു. അദ്ദേഹം പറയുന്നു, 20 വർഷത്തിലധികം കാലം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചുകൂട്ടി. വളരെ അടുത്തുനിന്ന് ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചു. വളരെ വ്യത്യസ്തമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളായിരുന്നു. വിനയാന്വിതനും എളിമയുള്ള ആളും. വിനയത്തെക്കുറിച്ച് വിവരിക്കാൻ എന്റെ കയ്യിൽ വാക്കുകളില്ല. വളരെ നിസ്വാർത്ഥനായ ആളായിരുന്നു. ഇത് എല്ലാം തന്നെ ഒരു അതിശയോക്തിയല്ല, മറിച്ച് തികച്ചും അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പ്രസംഗത്തിനും എഴുതാനുമുള്ള പ്രത്യേകമായ ഒരു കഴിവ് നൽകിയിരുന്നു. ഇദ്ദേഹം അഹമ്മദിയ സ്കൂളിൽ ആദ്യം ടീച്ചറായിരുന്നു, പിന്നീട് പ്രിൻസിപ്പളായി. ഇദ്ദേഹം ഉന്നതമായ നിലയിൽ എല്ലാവിധത്തിലുള്ള സംവിധാനപരമായ കാര്യങ്ങളും നടപ്പിലാക്കി. നമസ്കാരം വളരെ വേദനയോടുകൂടി അനുഷ്ഠിക്കുന്ന, അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി കാണിക്കുന്ന, ചന്ത വളരെ സ്ഥിരതയോടുകൂടി നൽകുന്ന, സദക്കയും ഖൈറാത്തും ചെയ്യുന്ന, സാമ്പത്തിക പദ്ധതികളിൽ വളരെയധികം ആവേശത്തോടുകൂടി പങ്കെടുക്കുന്ന ആളായിരുന്നു. ഖിലാഫത്തുമായും ഇദ്ദേഹത്തിന് പ്രത്യേകമായ വിശ്വസ്തതയും സ്നേഹത്തിന്റെയും ബന്ധം ഉണ്ടായിരുന്നു. അതിർത്ത് ഖലീഫത്തുൽ മസീഹ് റാബി 1988 സെറാലിയൂണിൽ പര്യടനം നടത്തിയപ്പോൾ അതിലും അദ്ദേഹത്തിന് വിലമതിക്കാവുന്ന സേവനം ചെയ്യുവാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഹുസൂറിനോടുള്ള ബഹുമാനവും ആദരവും കാണിച്ചു. ഇത്രമാത്രം ആയിരുന്നു അത് മറ്റുള്ളവർക്കും മാതൃകയായിരുന്നു. ഇവിടെയും അവിടുന്ന് വന്നിട്ടുണ്ട്. എന്റെ അടുത്ത് വളരെ പഴയ ബന്ധമായിരുന്നിട്ടും ഖിലാഫത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ രീതി പൂർണ്ണമായും മാറിയിരുന്നു. ഫസൽ അഹമ്മദ് ഷാഹിദ് സാഹിബ് മുറബി സിൽസില പറയുന്നു, ഒരിക്കൽ ഒരു ക്രിസ്ത്യൻ മിഷണറി വന്ന് ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി
ആളുകളുടെ മുമ്പിൽ വ്യാജമായ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു. അവിടുന്ന് ഇതിന് ലേഖന രൂപത്തിലുള്ള മറുപടി നൽകി. ഇത് കണ്ട് ക്രിസ്ത്യാനികൾ ഭയചകിതരായി. ഈ കാര്യത്തിന് അഹമ്മദി പള്ളികളിലെ ഇമാമുകൾ പോലും അദ്ദേഹത്തോട് വളരെയധികം സന്തോഷവും സ്നേഹവും പ്രകടിപ്പിച്ചു. അള്ളാഹു ഇദ്ദേഹത്തോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ഇദ്ദേഹത്തിന്റെ നന്മകളെ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ പ്രിയപ്പെട്ട മിർസ ഉമർ അഹമ്മദ് സാഹിബിന്റേതാണ്. അദ്ദേഹം സാഹിബ്സാദ ഡോക്ടർ മിർസ മുനവർ അഹമ്മദ് സാഹിബിന്റെ മകനായിരുന്നു. ജൂൺ 5 ഉച്ചയ്ക്ക് 2 മണിക്ക് താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് റബുവയിൽ 68-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം എന്റെ സമപ്രായക്കാരനും ചെറുപ്പത്തിലെ സുഹൃത്തും. ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കളിക്കാറുണ്ടായിരുന്നു. വളരെയധികം പ്രത്യേകതകളുള്ള ആളായിരുന്നു. ഖിലാഫത്തിന് ശേഷം പ്രത്യേകിച്ചും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സുഹൃത്തായിട്ടും ബന്ധുവായിട്ടും സമപ്രായക്കാരനായിരുന്നിട്ടും ചെറുപ്പത്തിൽ ഒരുമിച്ച് വളരുകയും ചെയ്തു. എന്നിട്ടും പൂർണ്ണമായും ഒരു ബഹുമാനത്തിന്റെ അവസ്ഥ ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിൻ്റെത് തീർച്ചയായും ഒരു മാതൃകായോഗ്യമായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ വിവാഹം അമത്തുൽ കാഫി സാഹിബ മേജർ സയ്യിദ് സയ്യിദ് അഹമ്മദ് സാഹിബിന്റെ മകളുമായിട്ടാണ് നടന്നത്. ഇവർ ഡോക്ടർ മീർ ഡോക്ടർ അല്ല മീർ മുഹമ്മദ് ഇസാഖ് സാഹിബിന്റെ ദൗഹിത്രിയാണ്. അതായത് ഖലീഫത്തുൽ മസീദ് സാലിസാണ് ഇവരുടെ നിക്കാഹ് നടത്തിയത്. ഇദ്ദേഹത്തിന് 5 മക്കളുണ്ട്, 3 പെൺമക്കളും 2 ആൺകുട്ടികളും. ഏറ്റവും ചെറിയ ഒരു മകൾ വഖഫേനോ കൂടിയാണ്. റിവ്യൂ ഓഫ് റിലീജിയൻസിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മകൾ ഇവിടെ ലണ്ടനിൽ ഡോക്ടർ ഫരീഹയാണ്. ഇവർ ഡോക്ടർ ഹമ്മാദ് സാഹിബിന്റെ ഭാര്യയാണ്. ലജനയിൽ വിവിധ സ്ഥാനങ്ങൾ ഇവർ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരുടെ സഹോദരിയും ഇവിടെയുണ്ട്, അമത്തുൽ ഹൈ സാഹിബ. ഡോക്ടർ ഹാമിദുല്ല സാഹിബിന്റെ ഭാര്യ. ഇവരും ജമാഅത്തിന് വളരെയധികം സേവനം ചെയ്യുന്നവരാണ്. ഇദ്ദേഹത്തിന് വഖഫ് ചെയ്യണമെന്ന ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ഖിലാഫത്തിന്റെ തുടക്കത്തിൽ എന്റെ അടുത്ത് വന്നു. ഞാൻ വഖഫിന് വേണ്ടി മുമ്പും എഴുതിയിരുന്നു, ഇപ്പോഴും വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ചില കഴിവുകളെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വഖഫ് അംഗീകരിച്ചു. ഇദ്ദേഹത്തെ റബോയിൽ നായിബ് സദർ ഉമൂമി ആയി നിയമിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇദ്ദേഹം വളരെ ഉന്നതമായ നിലയിൽ ഈ ജോലി അവിടെ ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വഖഫ് ചെയ്തുകൊണ്ട് എഴുതിയ കത്ത് സ്വീകരിച്ചിരിക്കുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തിന് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അവിടെ പോയി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, പ്രത്യേകിച്ച് ദൂരെയുള്ള മുഹല്ലകളിൽ, റബുയിലെ ദൂരത്തിലുള്ള മുഹല്ലകളിൽ അവിടെ ചിലർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ജീവിതത്തിന്റെ അവസാനം വരെ ഈ ജോലി ചെയ്തു, വളരെ നല്ല നിലയിൽ ചെയ്തു. അവിടുത്തെ ആളുകൾ, ദരിദ്രരായ ആളുകൾ ഇദ്ദേഹത്താൽ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ വളരെയധികം വിനയം ഉണ്ടായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. വളരെ ഉന്നതമായ നിലയിൽ പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിക്കുമായിരുന്നു. സദർ ഉമൂമിയും എഴുതിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ വളരെയധികം പ്രയാസകരമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ഞങ്ങൾ അദ്ദേഹത്തിന് നൽകുമായിരുന്നു. അദ്ദേഹം വളരെ ഉന്നതമായ നിലയിൽ അത് ചെയ്തു തീർക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഇരു വിഭാഗവും തൃപ്തരാവുകയും ചെയ്യുമായിരുന്നു. എന്നല്ല, ചിലർ പറയുമായിരുന്നു, ഞങ്ങൾ തീരുമാനം എടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ തീരുമാനം മാത്രമായിരിക്കും എടുക്കുക. കാരണം അദ്ദേഹം എല്ലാവരുടെയും വാക്കുകൾ കേട്ട് നീതിപൂർവ്വം തീരുമാനം എടുക്കുമായിരുന്നു. തന്റെ കുട്ടികളോടും മറ്റുള്ള കുട്ടികളോടും വളരെയധികം സ്നേഹമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ വളരെയധികം സ്നേഹവും നിർമ്മലതയും ഉണ്ടായിരുന്നു. ഖിലാഫത്തിനോടുള്ള ബന്ധം ഇദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. എന്നല്ല, ഒരു മാതൃകാപരമായ ബന്ധമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് തന്നെ ഇദ്ദേഹത്തിന്റെ കുട്ടികളും ഭാര്യയും എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ എഴുതുന്ന മറ്റുള്ള ആളുകളും എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അവസാന രോഗത്തിന്റെ അവസ്ഥയിൽ ബലഹീനത ഉണ്ടായിരുന്നു. ക്യാൻസർ രോഗമായിരുന്നു. അല്പസ്വല്പം മെച്ചപ്പെട്ടാൽ ഉടനെ അദ്ദേഹം ഓഫീസിൽ പോകുമായിരുന്നു. കാരണം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കണം. ഇദ്ദേഹം ഖിലാഫത്ത് കാലത്തിന്റെ ഖലീഫയുടെ കൽപ്പന എനിക്കുണ്ട്, ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കണമെന്ന്. അതുകൊണ്ട് അദ്ദേഹം തന്റെ രോഗത്തെ വകവെച്ചില്ല, സ്ഥിരമായി ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നു.
ഈ കാലത്തും बावजूद बीमारी के രോഗം ഉണ്ടായിട്ടും വളരെ അധ്വാനപൂർവ്വം തന്റെ ജോലി ചെയ്തു. डॉक्टर ने देखा और उसने कहा ഇദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചു പറഞ്ഞു, താങ്കളുടെ രോഗം വളരെ അധികം അപകടാവസ്ഥയിലാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ശരി, അള്ളാഹുവാണ് ഷിഫ നൽകുന്നവൻ. അവൻ ഉദ്ദേശിക്കുന്നിടത്തോളം എനിക്ക് ജീവിതം നൽകും. എനിക്ക് ഈ കാര്യത്തിൽ അധികം വ്യാകുലത ഒന്നും ഇല്ല. ഇത് കണ്ട് ഇവിടെയുള്ള ഇംഗ്ലീഷുകാരനായ ഡോക്ടറും അത്ഭുതപ്പെട്ടു. അത്തരം രോഗികൾ ചിലപ്പോൾ പരിഭ്രമിക്കാറുണ്ട്. എന്നാൽ ഇദ്ദേഹം വളരെയധികം ധൈര്യപൂർവ്വം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ നൂരി സാഹിബും എഴുതുന്നു, ഇദ്ദേഹത്തിന് 3 രോഗങ്ങളുണ്ടായിരുന്നു. ഡയബറ്റിസ് ഉണ്ടായിരുന്നു, ഹൃദയത്തിന്റെ രോഗവും ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ക്യാൻസറും ഉണ്ടായി. കരളിലെ ക്യാൻസർ ആയിരുന്നു. എന്നല്ല, എല്ലാ രോഗങ്ങളും അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം അതിനെയെല്ലാം ഫേസ് ചെയ്തു. നൂരി സാഹിബ് പറയുകയാണ്, ചില ഉന്നത സ്വഭാവങ്ങളുടെ ഉടമസ്ഥനായിരുന്നു. അത് ഞാൻ ഇദ്ദേഹത്തിന്റെ രോഗത്തിന്റെ അവസരങ്ങളിൽ കണ്ടു. ഒരിക്കലും ഒരു പരാതിയും നാവിൽ കൊണ്ടുവന്നില്ല. എപ്പോഴും ഇത് തന്നെ പറയുമായിരുന്നു, അൽഹംദുലില്ലാ, സുഖമാണ്. ഡോക്ടറോ അതിഥികളോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുമ്പോൾ ആംഗ്യം കൊണ്ട് കൂടെ അടുത്തിരിക്കാൻ വേണ്ടി പറയുമായിരുന്നു. കമർ സുലൈമാൻ സാഹിബ് പറയുന്നു, അതത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ വഫാത്ത് ഉണ്ടായപ്പോൾ ഞാൻ ലണ്ടനിലേക്ക് വരികയായിരുന്നു. എനിക്ക് ഒരു ഒട്ടിച്ച കവർ നൽകി. അതിനു മുകളിൽ എഴുതിയിരുന്നു ഖലീഫത്തുൽ മസീഹ് ഖാമിസിന്റെ സമക്ഷത്തിലേക്ക്. അതോടൊപ്പം പറഞ്ഞു, ഇതെന്റെ ഖലീഫക്കുള്ള ബൈഅത്തിനുള്ള കത്താണ്. ആര് ഖലീഫയായി തിരഞ്ഞെടുത്താലും എന്റെ ഈ കത്ത് അദ്ദേഹത്തിന്റെ സമർപ്പിക്കണം. ഒരു ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു ഖിലാഫത്ത് നിലനിൽക്കുമെന്നും അത് സത്യമാണ് എന്നുള്ളൂ. സദർ ഉമൂമി സാഹിബ് എഴുതുന്നു, വളരെയധികം ഗുണമുള്ള ആൾ, വളരെയധികം ഗുണങ്ങളുടെ ഉടമസ്ഥനായിരുന്നു. ഏത് ജോലി ഏൽപ്പിച്ചാലും ഏതുവരെ അത് ചെയ്ത് റിപ്പോർട്ട് നൽകുന്നില്ല അതുവരെ സ്വസ്ഥതയോടെ ഇരിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ എഴുതുന്ന മറ്റുള്ളവരും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വിനയം, എളിമ, സ്നേഹത്തോടുള്ള പെരുമാറ്റം, ഖിലാഫത്തുമായിട്ടുള്ള പ്രത്യേക ബന്ധം എല്ലാവരും എഴുതിയിട്ടുണ്ട്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ഇദ്ദേഹത്തിന്റെ നന്മ നിലനിർത്തുവാൻ Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر